വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 27 20-24 സൂക്തങ്ങൾ. അദ്ദേഹം, അതായത് സുലൈമാൻ നബി, സോളമൻ ചക്രവർത്തി പക്ഷികളെ നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു: എന്തുപറ്റി? ആ മരക്കൊത്തി, ആ ഹുദ്ഹുദ് പക്ഷിയെ കാണുന്നില്ലല്ലോ. അവൻ മുങ്ങിക്കളഞ്ഞോ? അപ്രത്യക്ഷനായതാണോ? തീർച്ചയായും ഞാൻ അവനെ കഠിനമായി ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അറുത്ത് കളയുകയോ ചെയ്യും. അല്ലെങ്കിൽ അവൻ വ്യക്തമായ ന്യായം ബോധിപ്പിക്കേണ്ടതുണ്ട്. അധികം വൈകിയില്ല. ആ പക്ഷി ഹാജരായിട്ട് പറഞ്ഞു: താങ്കൾക്കറിയാത്ത ചില വിവരങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സബ് എന്ന രാജ്യത്തിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അന്നാട്ടുകാരെ ഭരിക്കുന്ന ഒരു സ്ത്രീയെ ഞാനവിടെ കണ്ടു. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ വിഭവങ്ങളും ഉണ്ട്. അവിടെ ഗംഭീരമായ ഒരു സിംഹാസനവും അവർക്കുണ്ട്. അവരൊക്കെയും സാക്ഷാൽ ദൈവത്തെ കൂടാതെ സൂര്യന് പ്രണാമമർപ്പിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. പിശാച് അതൊക്കെ അവർക്ക് അലങ്കൃതമാക്കി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ദൈവമാർഗത്തിൽ നിന്ന് ആ പിശാച് അവരെയൊക്കെ തടയുകയാണ് ചെയ്യുന്നത്. അതിനാൽ അവർക്ക് സന്മാർഗം പ്രാപിക്കാൻ കഴിയുന്നില്ല. സോളമൻ ചക്രവർത്തി, അതായത് സുലൈമാൻ നബി, അദ്ദേഹത്തിൻ്റെ സൈനിക വ്യൂഹത്തിൽ പക്ഷികളുടെ വിഭാഗവും ഉണ്ടായിരുന്നു. വിദൂര ദിക്കുകളിൽ നിന്നുള്ള വിവരശേഖരണമായിരുന്നു അവ നിർവഹിച്ചുകൊണ്ടിരുന്നത്. പണ്ടുകാലത്ത് രാജാക്കന്മാരൊക്കെ പ്രാവുകളെ സന്ദേശവാഹകരാക്കി ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇവിടെ അദ്ദേഹം പക്ഷികളുടെ ഈ കൂട്ടത്തെയൊക്കെ പരിശോധിച്ചപ്പോൾ ഹുദ്ഹുദ് എന്നാണ് മരംകൊത്തിക്ക് പറയുന്നത്. ആ മരംകൊത്തിയെ കാണുന്നില്ല. അപ്പോൾ അത് മനഃപൂർവ്വം ഇവിടെ ഹാജരാകാതിരുന്നതാണോ, അതല്ല മറ്റെന്തെങ്കിലും കാരണത്താൽ വരാൻ പറ്റാത്തതാണോ എന്ന് അദ്ദേഹം സംശയിച്ചു. ഏതായാലും ന്യായമായ കാരണങ്ങൾ കൂടാതെയാണ് അപ്രത്യക്ഷമായിട്ടുള്ളതെങ്കിൽ അർഹമായ ശിക്ഷ നൽകുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ അധികം വൈകിയില്ല. മരംകൊത്തി പറന്നു വന്നിട്ട് താൻ വൈകാനുണ്ടായ കാരണം ബോധിപ്പിക്കുകയാണ്. ഞാൻ ഷേബ രാജ്യത്ത് നിന്നാണ്, അതായത് സബ് എന്നാണ് പറയുന്നത്, അറബിയിൽ പറയുന്നത്. ഷേബ രാജ്യത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഇന്നത്തെ യമൻ ഉൾപ്പെട്ട പ്രദേശമായിരുന്നു ഈ സബ്. അക്കാലത്തെ അറേബ്യയിലെ പ്രമുഖ രാജ്യമായിരുന്നു അത്. വിദൂര പൗരസ്ത്യ നാടുകൾ, ആഫ്രിക്ക, റോം, ഗ്രീസ് തുടങ്ങിയ യൂറോപ്യൻ നാടുകളൊക്കെ ആയിട്ട് വലിയ വാണിജ്യ ബന്ധങ്ങൾ അവർക്കുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗത്തും വലിയ അണക്കെട്ടുകൾ സ്ഥാപിച്ച് കാർഷിക രംഗവും അഭിവൃദ്ധിപ്പെടുത്തിയിരുന്നു അവർ. അക്കാലത്തെ വലിയ സമ്പന്ന രാഷ്ട്രമായിരുന്നു സബ് എന്ന് ചരിത്രത്തിൽ കാണാം. അന്ന് ആ നാട് ഭരിച്ചിരുന്നത് ബിൽക്കീസ് എന്ന രാജ്ഞിയായിരുന്നു. അവരും അന്നാട്ടുകാരുമൊക്കെ ആരാധിച്ചിരുന്നത് സൂര്യദേവനെയായിരുന്നു. മരംകൊത്തിക്ക് ഇതെല്ലാം കൗതുകമുള്ള കാഴ്ചകളായിരുന്നു. കാരണം സുലൈമാൻ ചക്രവർത്തി ഏകദൈവവിശ്വാസിയാണ്. സാക്ഷാൽ ദൈവത്തെയാണ് അദ്ദേഹം ആരാധിക്കുന്നത്. ഇതിന് തികച്ചും വിരുദ്ധമായിട്ട് സൂര്യനെ ദൈവമാക്കി ആരാധിക്കുകയാണ് ബിൽക്കീസ് രാജ്ഞിയും അവിടെയുള്ള ആളുകളൊക്കെ. അപ്പോൾ ഒരു സ്ത്രീ രാജാധികാരം കൈയാളുന്നതും ആ പക്ഷിക്ക് കൗതുകകരമായി തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് കിളിവെന്ന് പറയുന്നത് അവർക്കൊരു മഹാസിംഹാസനമുണ്ട് എന്ന്. പുരാതന കാലത്ത് രാജാക്കന്മാരുടെ പ്രൗഢിയും പ്രതാപവും ഒക്കെ വിളിച്ചോതുന്ന ചിഹ്നങ്ങളായിരുന്നു ഈ സിംഹാസനവും കിരീടവുമൊക്കെ. മുത്തും പവിഴവും സ്വർണവും ഒക്കെ ഉപയോഗിച്ചായിരുന്നു സിംഹാസനങ്ങളൊക്കെ അലങ്കരിച്ചിരുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത സൂക്തങ്ങളിൽ വിവരിക്കുന്നുണ്ട്.